പരിചയമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഇൻഷുറൻസ് പ്രൊഫസർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ പോളിസി ചെയ്ത് കഴിഞ്ഞാൽ പോളിസി പ്രിന്റ് എടുക്കാൻ നേരത്തെ ഏറ്റവും പോളിസിന്റെ സർട്ടിഫിക്കറ്റിൽ ഏറ്റവും അടിയിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. ആ ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ അതിന് പകരം ഗ്രീൻ ടിക്ക് മാർക്ക് എങ്ങനെ വരുത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ അടിച്ചൊരു പോളിസി, ഇതൊരു ഉദാഹരണത്തിന് എടുക്കുന്ന ഒരു പോളിസിയാണ്. ഈ പോളിസിയുടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻഷുറൻസിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ 2 പേജിലെ സർട്ടിഫിക്കറ്റാണ് കാണുക. അതിന്റെ കുറച്ച് അടിയിലായിട്ട് ഇവിടെ പോളിസിയിലെ ഡീറ്റെയിൽസ് അടിയിലായിട്ട് ഡിജിറ്റലി ദിസ് ഡോക്യുമെന്റ് ഈസ് ഡിജിറ്റലി സൈൻഡ് എന്ന് കാണാം. അതിന് താഴെ മഞ്ഞ കളറിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് ഉണ്ടാവുക. മഞ്ഞ കളറിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് കാണുക. ഇത് എങ്ങനെ ഗ്രീൻ ടിക്ക് മാർക്ക് ആക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ PDF ഫയൽ തുറക്കുക. PDF ഫയൽ തുറന്നതിന് ശേഷം ഈ ടിക്ക് മാർക്ക് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് അമർത്തുക. അപ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് വരും. ഈ ഡയലോഗ് ബോക്സിൽ ഇവിടെ സിഗ്നേച്ചർ പ്രോപ്പർട്ടീസ് എന്നതിൽ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ സിഗ്നേച്ചർ വാലിഡിറ്റി എന്നതിൽ അൺനോൺ ആണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് അത് നോൺ ആക്കണം. ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ പച്ച ആണ് ടിക്ക് മാർക്കാണ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ സിഗ്നേച്ചർ പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മൗസ് ഉപയോഗിച്ച് ജസ്റ്റ് ടച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ അടുത്ത ഡയലോഗ് ബോക്സ് ആണ് വന്നിട്ടുണ്ടാവുക. ഇവിടെ ഷോൺ സൈനർ സർട്ടിഫിക്കറ്റ് എന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതാണ് ഉണ്ടായിരിക്കുക. ഇവിടെ ഏറ്റവും മുകളിലായിട്ട്, അതായത് ഇവിടെ ട്രസ്റ്റ് എന്ന് കാണാം. ട്രസ്റ്റഡ് സൈറ്റ്സിലാണ് നമുക്ക് ഈ സിഗ്നേച്ചർ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ സിഗ്നേച്ചർ ആരെ സിഗ്നേച്ചറാണുള്ളത് വെരിഫൈഡ് എന്ന അവരെ പേര് പറയുന്നുണ്ട്. നിലവിൽ മോഹൻ ശങ്കർ എന്നുള്ള ആളാണ്. അദ്ദേഹം ഭാവിയിൽ റിട്ടയർമെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള തസ്തികയിലേക്ക് മാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് മാറ്റം വരും. അതുപോലെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ട്രസ്റ്റഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ഓരോ ടാബ് ഉണ്ട്. ഓരോന്നിലും നമുക്കിത് ഇവിടെ ട്രസ്റ്റഡ് നേരെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ട്രസ്റ്റഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിഗ്നേച്ചർ സൈൻ ഡോക്യുമെന്റ് ഓർ ഡാറ്റ സൈൻ ഡോക്യുമെന്റ് ഓർ ഡാറ്റ എന്നൊക്കെ ഇവിടെ എല്ലാത്തിലും ഇൻറ്റു മാർക്കാണ് വന്നിട്ടുള്ളത്. ഇതിനൊക്കെ ടിക്ക് മാർക്ക് വന്നാലാണ് നമ്മൾ സർട്ടിഫിക്കറ്റിലും ഈ ടിക്ക് മാർക്ക് വരികയുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് ആഡ് ടു ട്രസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് എന്നത് കാണാം. ആഡ് ടു ട്രസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ ഓക്കെ എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് വരും, അടുത്തൊരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അടുത്ത് ഓക്കെ എന്നതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഡയലോഗ് ബോക്സ് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഓക്കെ എന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓക്കെ എന്ന് കൊടുക്കുക. വാലിഡേറ്റ് സിഗ്നേച്ചർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ടിക്ക് മാർക്ക് എന്നത് കാണാം. എന്നിട്ട് ഇവിടെ ക്ലോസ് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് പച്ച ടിക്ക് മാർക്ക് വരുന്നതായിരുന്നു. ഇപ്പോൾ വാലിഡ് സിഗ്നേച്ചർ എന്നത് കാണാം. ഇനി നമ്മൾ ജസ്റ്റ് ഈ ഫയലിൽ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലോസ് ചെയ്ത് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് നമ്മൾ പോളിസി റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് അവിടെ പോയിട്ടൊന്ന് റെഡി ആക്കിയാൽ മതി. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തവണത്തേക്ക് മാത്രം ചെയ്താൽ മതി. സിസ്റ്റത്തിൽ ഈ സിഗ്നേച്ചർ വാലിഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ പുതിയ സിസ്റ്റത്തിലേക്ക് ആക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യേണ്ടതുള്ളൂ. അതിലുള്ള സിഗ്നേച്ചർ മോഹൻ ശങ്കർ മാറിയിട്ടുണ്ടെങ്കിൽ ഇതിന് മാറ്റം വരുന്നതാണ് കേട്ടോ.
ഓരോ തവണയും ഇനി പോളിസി വാങ്ങി കഴിഞ്ഞാൽ ടെസ്റ്റ് ഫയല് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, കുറച്ച് അടിയിലേക്കായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ടിക്ക് മാർക്ക് നേരിട്ട് ഉണ്ടാവുക, ആ ക്വസ്റ്റ്യൻ മാർക്ക് മാറിയിട്ടുണ്ടാകും. ഇനി ഓരോ തവണയും പ്രോപ്പർട്ടീസ് കയറിയിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. സൈൻ ഡോക്യുമെന്റ് എന്നത് ടിക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ ഈ ഇത് വന്നിട്ടില്ല, എനേബിൾ ആവില്ല. അതിൽ മാറ്റുണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും ഇങ്ങനെ പോകേണ്ടതുള്ളൂ. താങ്ക് യു.